എന്തിനാണ് ഇവനെയൊക്കെ വളർത്തുന്നത്? ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഏത് മാതാപിതാക്കളായാലും ഒന്ന് തകർന്നു പോവല്ലേ? അതും മകനെ ചികിത്സിക്കുന്ന സ്വന്തം ഡോക്ടറിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാലോ? ഡൗൺ സിൻഡ്രോം ഉള്ള ഗോപികൃഷ്ണ വർമ്മയുടെ അച്ഛനും അമ്മയും പക്ഷേ ഇത് കേട്ട് സങ്കടപ്പെട്ടിരുന്നില്ല. മകന് പിന്നിൽ ഉറച്ചു നിന്നു. അത് മാത്രമല്ല, അവർക്ക് താങ്ങായി കരുണയുള്ള മറ്റൊരു ഡോക്ടർ വന്നു. അതിനുശേഷം എന്തുണ്ടായി? അമീർ ഖാൻ നായകനായ സിത്താരെ സമീൻ പർ എന്ന ചിത്രത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ഗോപികൃഷ്ണൻ. തൃശ്ശൂർ ഫസ്റ്റ് ഗോപി ഉണ്ടായ ഉടനെ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ ചോദിച്ചത് തൃശ്ശൂർ ഭാഷയിൽ എന്തുട്ടിനെ ഇതിനെയൊക്കെ വളർത്തണമെന്നാണ് ചോദിച്ചത്. ഗോപിയുടെ ഓരോ ഡെവലപ്മെൻറ്റ്സ് വരുമ്പോഴും ഓരോ മൈൽ സ്റ്റോൺസ് ഗോപി കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഡോക്ടറുടെ വാചകങ്ങളാണ് മുഴങ്ങി കേൾക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വരുന്ന ഡോക്ടർ ഷാജി തോമസ് ജോൺ സാറിൻ്റെ വാക്കുകളാണ് ഇപ്പുറത്ത് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ശക്തി തരുന്നത്. സാറിൻ്റെ ഒരൊറ്റ വാക്കാണ്. നമ്മൾ എന്ത് പ്രശ്നം സാറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ സാർ പറയും സോ വാട്ട് എന്ന് പറയും. ആ സോ വാട്ട് എന്നുള്ള ആ വാക്കാണ് ശരിക്ക് ഞങ്ങളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തസുഖം ബാധിച്ചാലും മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവില്ലല്ലോ. എന്തിനു വളർത്തണമെന്ന ഡോക്ടറുടെ ചോദ്യത്തിന് മുന്നിൽ ആ അച്ഛനും അമ്മയും ഡൗൺ സിൻഡ്രോം ബാധിതനായ ഗോപിയെ ചേർത്ത് പിടിച്ചു. അവന് തണലൊരുക്കി. പിന്നീട് ഗോപിയെ ചികിത്സിച്ച ഷാജി ഡോക്ടർ അവനിലെ കഴിവിനെ തിരിച്ചറിഞ്ഞു. അവൻ സ്വപ്നം കണ്ട സിനിമ എന്ന ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ ഗോപിക്കൊപ്പം നിന്നു. അന്ന് മുതൽ ഞാൻ ഗോപിയുടെ ടാലൻറ്റ് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരികെ മൂവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയെ വേണമെന്ന് എന്നോട് വന്ന് ചോദിച്ചു. ഒരു ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയ ആരാന്നുള്ളത് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഗോപിയാണ്. വളരെ ആക്റ്റീവായിട്ട് വളരെ എനർജറ്റിക്കാണ്. അന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോപിയുടെ പേര് സജസ്റ്റ് ചെയ്തു. 2021 ആദ്യ സിനിമ, അതിനുശേഷം വേറെയും സിനിമകൾ. ബോളിവുഡിലെ ആദ്യ സിനിമ അമീർ ഖാനൊപ്പം. ഗോപി സിനിമ കാണുമ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയേണ്ടതെന്ന് ഒരു ഇമോഷൻ അറിയുന്നില്ല. സന്തോഷവും സങ്കടവും അഭിമാനവും ഒക്കെ കൂടിയിട്ടുള്ളൊരു മിക്സഡ് ഫീലിംഗ് ആണ്. അമീർ ഖാൻ്റെ ഇതുവരെ എത്തി. അമീർ ഖാൻ്റെ ഇതിൽ ഇങ്ങനെ അവർ സർക്കുലേറ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു. അങ്ങനെ വളരെയധികം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഗോപി അതിൽ കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗോപിയെ അറിയാം. ഈ ഒരു ഫിലിമിൽ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഫിലിം കണ്ടു. സിനിമ കണ്ടവർക്കൊക്കെ ഗോപിയെ സ്ക്രീനിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോരായ്മകളെ കുറവുകളായി കാണാതെ അവന് പറക്കാൻ ആകാശം നൽകിയ രക്ഷിതാക്കൾ ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഗോപിയുടെ നേട്ടത്തിൽ എത്തിപ്പിടിക്കാൻ ഇനിയുമുണ്ട്. ഗോപി യാത്ര തുടരുകയാണ്, അഭിനയവും സിനിമയുമായി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഞ്ജന, ഇത് കേട്ടപ്പോൾ ഇൻസൾട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു വാചകം ഇപ്പം മനസ്സിൽ വരുന്ന സത്യം. ഇത്രത്തോളം ആദ്യം തന്നെ പുച്ഛിച്ചു വിടുകയാണ്. എന്തിനാണ് വളർത്തുന്നത് എന്ന് പുച്ഛിച്ചു വിട്ട് അവഗണിച്ചു വിട്ട് ആ ഡോക്ടർക്ക് മുന്നിലേക്ക് ഗോപി ഇപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്തി നിൽക്കുന്നത് ബോളിവുഡിലാണ്. അമീർ ഖാന്റെ ഒരു മികച്ച ചിത്രത്തിലേക്ക് കാലുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ പരം എന്ത് വേണം? അതിനുശേഷം അവന് ജീവിതത്തിലേക്ക് വന്ന ഡോക്ടറെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട്. ആ തിയേറ്ററിന്റെ മുന്നിൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്ന ഡോക്ടറും അത് കണ്ട് സന്തോഷം നിൽക്കുന്ന ആ കുടുംബാംഗങ്ങളും എത്ര മനോഹരമായ കാഴ്ചയാണ്. ഡൗൺ സിൻഡ്രോം രോഗബാധിതനാണ് ഗോപികൃഷ്ണ വർമ്മ എന്ന ഗോപി. അവൻ്റെ മാതാപിതാക്കളായിട്ടുള്ള കിഷോറും രഞ്ജിനിയും അവനെ തൃശ്ശൂരുള്ള ഒരു ഡോക്ടറെ കാണിക്കുകയാണ്. വളരെ ക്രൂരമെന്ന് പറയട്ടെ, ആ മാതാപിതാക്കളോട് ആ ഡോക്ടർ പറയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നതാണ് ആ ഡോക്ടർ ആ മാതാപിതാക്കളോട് ചോദിക്കുന്നത്. വളരെ വിഷമം തോന്നി കാണണം, കരളൊക്കെയും പിളർന്നു പോയി കാണണം ആ മാതാപിതാക്കൾക്ക്. കാരണം തൻ്റെ കുഞ്ഞിനെ എന്തിനെ ഈ ലോകത്ത് ഇനി ജീവിക്കണം എന്ന ഒരു ഡോക്ടർ ചോദിക്കുമ്പോൾ, അതും അവനെ ചികിത്സിക്കാനായി കൊണ്ടുപോയ ഡോക്ടർ ചോദിക്കുമ്പോൾ അത്രയധികം സങ്കടപ്പെട്ടിരിക്കണം ആ മാതാപിതാക്കൾ. ഏതായാലും ആ മാതാപിതാക്കൾ ആ ഡോക്ടർ പറഞ്ഞൊന്നും തള്ളിക്കളയാണ് ഉണ്ടായത്. അവനെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി അവന് തണലൊരുക്കി ആ കുഞ്ഞുമായിട്ട് അവർ മുന്നോട്ട് പോവാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് 10-25 വർഷം മുന്നാണ്. പക്ഷെ ആ സംഭവത്തെക്കുറിച്ച് ഇന്നും ഓർക്കുമ്പോഴും ആ അച്ഛൻ്റെ കണ്ണിൽ ഒരു പിടി കണ്ണീര് പൊടിയുന്നുണ്ട്. ഏതായാലും തൻ്റെ കുഞ്ഞിന് വേണ്ടി ആ അച്ഛനും അമ്മയും നിലകൊള്ളാൻ തീരുമാനിച്ചു. അവനെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്, കലയിലേക്കൊക്കെ അവനെ കൂടുതൽ
വളർത്തുന്നുണ്ട് അവർ. പാട്ട് പാടാനും അതുപോലെ തന്നെ ഡാൻസിലേക്കൊക്കെ അവർ അവനെ കൊണ്ടുവരുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഗോപി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു. എവിടെയും ഒതുങ്ങിയിരിക്കില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊപ്പം അവനൊരിക്കലും ഒരു സിനിമയ്ക്ക് പോവുകയാണ്. മിഷവാദനായിരുന്നു ആ സിനിമ. തിയേറ്ററിൽ പോയി കാണുകയാണ് അവർ. പക്ഷേ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന ഗോപി ഈ സിനിമ സ്ക്രീനിൽ വന്നപ്പോൾ വളരെ ശ്രദ്ധയോടെ, വളരെ ഇഷ്ടത്തോടെ, ആകാംക്ഷയോടെയൊക്കെ ആ സിനിമ കണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഒരു കാര്യം നോട്ടീസ് ചെയ്യാണ്. ഈ ചിത്രത്തിൽ കണ്ട പല ഭാഗങ്ങളും അവൻ വീട്ടിൽ വന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അച്ഛനും അപ്പയും അപ്പം തന്നെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗോപിയുടെ ചികിത്സ കോഴിക്കോടേക്ക് മാറ്റുകയാണ്. ഷാജി ഡോക്ടറുടെ അടുത്തേക്കാണ് പിന്നീട് ചികിത്സിക്കുന്നത്. ഷാജി ഡോക്ടറാണ് പിന്നീട് അവനെ ചികിത്സിക്കുന്നത്. ഷാജി ഡോക്ടർ ചെറുപ്പത്തിലെ മുതൽക്ക് തന്നെ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ തിരിച്ചറിയുന്നുണ്ട്. അവനെ പാടുമ്പോഴൊക്കെ, പാട്ട് കേൾക്കുമ്പോഴൊക്കെ അവൻ കൂടുതൽ സന്തോഷവാനാവുന്നു, അവൻ നൃത്തം വെക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ അഭിനയത്തോടൊക്കെ അവനൊരു താല്പര്യമുള്ളതായിട്ട് ആദ്യം കണ്ടെത്തുന്നത് ഷാജി ഡോക്ടറാണ്. അവനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും ഷാജി ഡോക്ടർ തന്നെയാണ്. 2021 ഗോപിയുടെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത്. തിരികെയായിരുന്നു ആ ചിത്രം. പിന്നീട് വീണ്ടും 2-3 സിനിമകളിൽ ഗോപി അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അങ്ങ് ബോളിവുഡിൽ അമീർ ഖാനോടൊപ്പമാണ് ഗോപി അഭിനയിച്ചിരിക്കുന്നത്. സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിൽ ഗുഡ് എന്ന കഥാപാത്രത്തെയാണ് ഗോപി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. ഇപ്പോൾ ഏതായാലും റോട്ടറി ക്ലബ്ബും അതോടൊപ്പം തന്നെ ദോസ്ത് സപ്പോർട്ട് സെന്ററും ചേർന്ന് സിനിമ വീണ്ടും പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ശരി അഞ്ജന, ഇത് ഗോപിയുടെ ജീവിതം, അവനോടൊപ്പം നിൽക്കുന്നവരുടെ ജീവിതം, അതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ച് വലിയൊരു പാഠം തന്നെയാണ്. ശരിക്കും പുച്ഛിച്ചു വിടുന്നവരും അവഗണിക്കുന്നവരും അകറ്റി നിർത്തുന്ന കുറെ മനുഷ്യർ ഓരോ ആൾക്കാർക്കും ചുറ്റിനുമുണ്ടാകും. അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ പറയണം എന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ് ആൾക്കാർ മൊത്തം. ഗോപിയുടെ ജീവൻ തന്നെ കണ്ടല്ലോ, അവനോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാകും. അവരെ തിരിച്ചറിയുക കൂടി വേണം. എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ ഗോപി. ആശംസകളും നേരുകയാണ്. ശരി അഞ്ജന.